വന്യമൃഗശല്യത്താലും കുടിവെള്ളക്ഷാമത്താലും പൊറുതിമുട്ടുകയാണ് പനമരത്തെ നടുവിൽ മുറ്റം കോളനി നിവാസികൾ. 20ഓളം കുടുംബങ്ങളാണ് നല്ല വഴി പോലുമില്ലാതെ കാടിനോട് ചേർന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്നത്. ഈ വഴിയിലൂടെ വേണം നടുവിൽ മുറ്റം കോളനിക്കാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ. ചുറ്റും കാടാണ്. തുടർന്നുകൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യം. മഴക്കാലത്താണെങ്കിൽ പാതയിലൂടെ നടക്കുവാൻ കൂടി കഴിയില്ല. കുടുംബങ്ങളാണ് വനത്തിനുള്ളിലെ ഈ ഗ്രാമത്തിൽ കഴിയുന്നത്. നിരന്തരം ഇറങ്ങുന്ന വന്യജീവികൾ ഭീഷണിയാവുകയാണ്. ആവശ്യത്തിനുള്ള കുടിവെള്ളവും ലഭിക്കുന്നില്ല. 30 കുടുംബങ്ങൾക്ക് കൂടി ആകെയുള്ളത് ഒരു കിണർ മാത്രം. കുളിക്കാനും അലക്കാനും ഒരു കുളവും. വെള്ളം എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം ഒരു കിണറുണ്ട്. അത് നമ്മൾ പൈസയ്ക്ക് ഉണ്ടാക്കിയതാണ് കിണർ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ആൾക്കാർ ഈ കിണറിനാണ് വെള്ളം കൊണ്ടുപോയിട്ട് കുടിക്കുന്നത്. പിന്നെ കുടിക്കാൻ അല്ലാത്ത വെള്ളങ്ങൾ അത്യാവശ്യമുണ്ട്, മറ്റേ അലക്കൽ കുളിക്കൽ ഇങ്ങനെയുള്ളതൊക്കെ. കുടിക്ക് വെള്ളം ഇത് മാത്രം എടുത്തിട്ട് വേണം പോവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണ് ജീവിതമൊക്കെ. വെള്ളത്തിൻ്റെയും റോഡിൻ്റെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതിങ്ങനെ മാറി വരുന്ന പാർട്ടിക്കാരോട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ റോഡിൻ്റെ പ്രശ്നം വേണം, ഇത് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അത് അന്നല്ല കണ്ടിട്ട് ഒരു പരിപാടി ഒന്നും നമുക്ക് ചെയ്തു തന്നിട്ടില്ല. നിരന്തരം ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കൃഷികൾ നശിപ്പിക്കുന്നു. കുട്ടികളെ വിദ്യാലയങ്ങളിൽ വിടാൻ പോലും ഇവർക്ക് ഭയമാണ്. ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികൾ മാത്രം കൊണ്ടുപോകുമ്പോൾ വണ്ടി വരും, വലിയ കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ വണ്ടി വരില്ല. ഒരു അച്ഛനമ്മയും പോയിട്ട് വേണം കൊണ്ടുവരണമെങ്കിൽ. അങ്ങനെയാണ്. നിരവധി തവണ അധികൃതരോട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവരുടെ മറുപടി. ക്യാമറമാൻ ടോണി ആന്റണിക്കൊപ്പം അർജുൻ PS, ജനം, വയനാട്.